മീനില്ലാത്ത മീൻകറി തന്നെ ഉണ്ടാക്കിയാലോ? ആദ്യം നമ്മളൊരു മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കിയിരുന്നു. അതപ്പോ തക്കാളി ചേർത്തിട്ടാണ്. ഇന്നിപ്പോ നമ്മൾ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചേമ്പ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ നമ്മൾ മീൻകറിയിൽ ചേമ്പ് ഇടാറില്ലേ? ഇത് മീൻ ഒഴിവാക്കിയിട്ട് ചേമ്പ് മാത്രം ചേർത്തുള്ള മീൻകറി. എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഈ രീതിയിൽ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശബരിമല സീസൺ ആണ്, അതുപോലെ 25 നോമ്പ്, അങ്ങനെ നൊയമ്പ് സമയമാണ് നമുക്കിപ്പോ. അപ്പോ എല്ലാവർക്കും മീൻകറി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ മീൻകറി കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഈ രീതിയിലേക്കാണ് മീനിന്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു മീൻകറി റെസിപ്പി ചെയ്തത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ ഇൻട്രോ കറി ഉണ്ടാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ കറിയിൽ സൗണ്ട് പെർഫെക്റ്റ് ആണ്, ഇൻട്രോയിൽ സൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. അതാ വെച്ചാൽ അതിന്റെ കോൾഡ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊക്കെ മാറിയിട്ടില്ല. അപ്പൊ ഈ കോൾഡൊക്കെ വരുന്നതിന് മുന്നേ കുക്ക് ചെയ്ത കറിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 1-2 ദിവസത്തേക്കൊക്കെ ഇതുപോലെയുള്ള സൗണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചേമ്പ് മീൻകറി ഉണ്ടാക്കാന്ന് നോക്കാം. ചേമ്പ് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ചേമ്പ് മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ മീനില്ലാത്ത ചേമ്പിട്ട മീൻകറിയാണ് ചെയ്യുന്നത്. അതിലേക്കായിട്ട് നമ്മൾ സാധാരണ മീൻകറിക്ക് എടുക്കാറുള്ള പോലെ തന്നെ ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ 2 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനാണ് നമ്മൾ പച്ചമുളക് എടുക്കുന്നത്. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 പീസ് കുടംപുളി, കറിവേപ്പില, പിന്നെ നമ്മൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ തേങ്ങാപ്പാലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേമ്പ് ഞാനിപ്പോൾ ചെറിയ ചേമ്പുണ്ടായിരുന്നു, വലിയ ചേമ്പുണ്ടായിരുന്നു. അപ്പോൾ 2 വലിപ്പത്തിലുള്ളതായതുകൊണ്ട് വലിയ ചേമ്പ് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തു. ചെറുതിനെ നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. അതായത് നടുവേ വെച്ചിട്ട് 2ആക്കി എടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ മീൻകറിയിൽ നമ്മൾ അരയ്ക്കാൻ എടുക്കുന്ന പൊടികളുണ്ടല്ലോ, ആ പൊടികൾ തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടി ചേർക്കില്ല കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ മീൻകറിയിലും ഉലുവപ്പൊടി ചേർക്കുമെങ്കിലും ഇത് വെജിറ്റബിൾ മീൻകറി ആയതുകൊണ്ട് നമ്മളിതിൽ ഉലുവപ്പൊടി ചേർക്കില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ ഈ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിലേക്കാണ് പുളി പിടിക്കാൻ കൂടുതൽ സമയം എടുക്കുക. പച്ചക്കറികൾ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെയുള്ള കറി ഉണ്ടാക്കുമ്പോൾ പുളി പിടിക്കാൻ അധികം സമയം എടുക്കില്ല, വേഗം തന്നെ പുളി പിടിച്ചോളും. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട. മീൻകറി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പുളി നന്നായിട്ട് കഴുകിയ പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. സാധാരണ നമ്മൾ മീൻകറി ചെയ്യുമ്പോൾ ചെയ്യാറുള്ള പോലെ തന്നെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയും ഉപ്പുമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാനിതിപ്പോൾ തേങ്ങാപ്പാലാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഈ പൊടികളെല്ലാം ചേർത്തിട്ട് തേങ്ങയും ചേർത്തിട്ട് അരച്ച് ചേർക്കാം. അപ്പോൾ അത് ഏതാണോ നമുക്ക് ഈസി ആയിട്ടുള്ള രീതി ആ രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മളെല്ലാം തേങ്ങാപ്പാലിൽ തന്നെ കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട്. നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻകറിയിൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. വെജിറ്റബിൾസിൻ്റെ കറി ആകുമ്പോൾ വളരെ കുറച്ച് ഇഞ്ചിയൊക്കെ ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ. ഈ ഒരു കറിയിലൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ എൻ്റെ അടുത്ത് ഇതിൽ വെളുത്തുള്ളി ചേർക്കേണ്ടതെന്ന് ചോദിക്കുക, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇതിപ്പോൾ ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് 10 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണ നമുക്ക് തീരുമാനിക്കാം എത്ര എണ്ണം വേണം എന്നുള്ളത്. ഈ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. നമ്മൾ കറിവേപ്പില ആദ്യവും ചേർക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടും ചേർക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം മീൻകറി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ ലാസ്റ്റും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കറി ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ ജോലികൾ ചെയ്താലും കുഴപ്പമില്ല. ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേമ്പ് ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ജോലികൾ ചെയ്ത് തീർക്കാം. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന രീതിയാണെങ്കിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് ഈ രീതിയിൽ ചെയ്തിട്ടും തേങ്ങ അരച്ച് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ സാധാരണ നമ്മൾ മീനിനെ അരച്ച് വയ്ക്കുന്ന പോലെ തന്നെ അരച്ച് വയ്ക്കാം. ഇഞ്ചിയും ഉള്ളിയും ഒന്ന് കുക്കായി വരണം. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളെല്ലാം ചേർത്തിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കിയിട്ട് ആ പേസ്റ്റ് ചേർക്കുക. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്.
ചേമ്പായതുകൊണ്ട് 1 ടീസ്പൂൺ മതി. മീനാണെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, അത് ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പൊടികൾ 3ഉം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ നമ്മൾ ഇഞ്ചിയും ഉള്ളിയും കുക്ക് ചെയ്തതിലേക്ക് ചേർത്തിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അത് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുണ്ട് പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്നുള്ളത്. അതും എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ ചേർക്കുമ്പോൾ വേഗം തന്നെ കരിഞ്ഞു പോവും. ചൂട് ചട്ടിയും എണ്ണയുടെ ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇത്രയും ചേർക്കേണ്ട, 1 ടീസ്പൂൺ തന്നെ മതി. ഇതിപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് വളരെ കുറവാണ്. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കറിക്ക്. കാശ്മീരി ചില്ലി പൗഡറിന് വളരെ എരിവ് കുറവാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഇപ്പോൾ ഞാൻ ചെറിയ പീസായിട്ട് കീറിയിട്ടാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ പുളി ഇങ്ങനെ കിടക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് 2 പീസ് കുടംപുളി 2ആയിട്ടൊന്ന് കീറിയിടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കറി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് ചേമ്പ് ചേർക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അധികം ഗ്രേവി ആയിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർക്കാം. ഇല്ല, കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ അധികം ചാറില്ലാത്ത രീതിയിലുള്ള കറിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും തേങ്ങാപ്പാൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പായതുകൊണ്ട് കുക്കായി വന്നിട്ട് പകുതി കുക്കാവുമ്പോഴേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ പകുതി കുക്കായതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാറുള്ളൂ എന്നുള്ളത്. അത് വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയത്ത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ 230 ഗ്രാം ചേമ്പാണ് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും എണ്ണയിലൊന്ന് വഴറ്റി ചേർത്തതിന് ശേഷം ചേമ്പ് ചേർക്കുക, വേപ്പില ചേർക്കുക, പുളി ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ചേമ്പ് കുക്കായി കഴിയുമ്പോൾ തേങ്ങ അരച്ചത് ഒഴിക്കുക. തേങ്ങയിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ ഒരു അരമുറി, ഏകദേശം ഒരു 230 ഗ്രാം ചേമ്പൊക്കെ ആകുമ്പോൾ ഒരു 1.25 കപ്പ് തേങ്ങ അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ചേർക്കാം. ഈ രീതിയിലും ചേർക്കാം. പിന്നെ ഇതിലിപ്പോൾ ചേമ്പ് കുക്കായി വരുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഇനി ഇതിപ്പോൾ അടച്ചു വയ്ക്കാൻ പോവാണ്. അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചേമ്പ് പകുതി കുക്കായി വരുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ചേമ്പ് കുക്കായി വരില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുക്കാവുന്ന ടൈം പറയുമ്പോൾ നിങ്ങൾ ആ സമയം നോക്കിയിട്ട് ചേമ്പ് കുക്കായില്ലല്ലോ എന്ന് പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപ്പ് ആദ്യമേ ചേർത്താലാണ് ആ വ്യത്യാസം വരിക. ചേമ്പ് കുക്കായി തുടങ്ങിയിട്ട് ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും സമയം. ഞാനിത് അടച്ചു വെച്ചിട്ട് കുക്കായി കറി ഏകദേശം വറ്റി വരുമ്പോൾ കാണിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് പകുതി കുക്കായപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു. ചേമ്പ് കുക്കായോ എന്ന് എങ്ങനെയാണ് നോക്കാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എല്ലാ വെജിറ്റബിൾസും കുക്കായോ എന്ന് നോക്കുന്ന രീതിയിൽ തന്നെ ചേമ്പ് എടുക്കുക. ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ കുത്തി നോക്കുക. കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേമ്പ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല് ചേർക്കുക. അപ്പോൾ തേങ്ങ അരച്ചൊഴിക്കുന്ന കറിയാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റേജ് ആ ഒരു റെസിപ്പിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ അരച്ചൊഴിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ കുറുകിയ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ചെറിയ കുറുകൽ, അധികം കുറുകിയതല്ല, ചെറിയ കുറുകലുള്ള മീൻകറി ആ രീതിയിലാണ്. അപ്പോൾ മീൻകറിയുടെ ടേസ്റ്റ് നമുക്കിപ്പോൾ വ്രതമൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറി കഴിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കഴിക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ തക്കാളി ചേർത്തിട്ടും മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കിയത്. അപ്പോൾ അത് ചെയ്യാം, ഇതും ചെയ്യാം. നമുക്ക് ഈ ഒരു സമയത്ത് തക്കാളിയും ഇതുപോലെ തന്നെ പച്ചയ്ക്ക, അതുപോലെ തന്നെ ചേമ്പ്, പല വെജിറ്റബിൾസ് വെച്ചിട്ട് ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മുടെ
കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ മീൻ കറി ആണെങ്കിൽ നമ്മൾ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ചില കറികളെ തിളപ്പിക്കാറുള്ളൂ, ചില കറികൾ തിളപ്പിക്കാറില്ല. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ സാധാരണ മീൻ കറി ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും, ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ചെയ്യാം. ഇനി നമ്മൾ ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ആ ഒരു സ്മെല്ലും ഫ്ലേവറും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അടച്ചു വെക്കുന്നത്. ഒരു 10 മിനിറ്റ് സമയം കഴിയട്ടെ. അപ്പോൾ നമ്മൾ കറി അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ചേമ്പ് കുക്ക് ചെയ്തെടുത്തത് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരുന്നപ്പോൾ ചേമ്പ് കുക്കായി കിട്ടി. പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചേമ്പിൻ്റെ വലിപ്പം അനുസരിച്ചും മുറിക്കുന്ന രീതിയുടെ വ്യത്യാസം അനുസരിച്ച് നമ്മുടെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇനി നമുക്ക് പുളിയും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറി നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന കുടംപുളി ചേമ്പിലേക്ക് പിടിച്ചിട്ട് പുളി കൂടി പോകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മളിപ്പോൾ കറി ടേസ്റ്റ് ചെയ്യുമ്പോൾ പുളി കറക്റ്റാണ്, ഇനി പുളി കൂടേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കുടംപുളി എടുത്ത് മാറ്റാം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വെക്കുമ്പോൾ പുളി കൂടി പോകാൻ സാധ്യത ഉണ്ട്. അത് ഈ ഒരു കറിയിൽ നിന്നല്ല, നമ്മൾ കുടംപുളി ചേർക്കുന്ന എല്ലാ കറികളും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ പുളി കൂടി പോകാതിരിക്കും. ഇതിപ്പോൾ എരിവും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നോയമ്പ് സമയത്ത് മീനൊക്കെ കഴിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് മീൻകറിയുടെ ഏകദേശം ഒരു 90-80% മീൻകറിയുടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മീനില്ലാത്ത കുറവ് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് പരിഹരിച്ചുകൊണ്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻകറി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വഴുതനങ്ങ കൊണ്ട് മീൻ ഫ്രൈ ഉണ്ടാക്കാം. അതുപോലെ പല കാര്യങ്ങളുകൊണ്ട് നമുക്ക് ചെയ്യാം. അതപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഇനിയിപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ വേറെ റെസിപ്പികളും ചെയ്യാം. ഈ ശബരിമല സീസണിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിന്റെ സമയത്ത്, ഈസ്റ്ററിന്റെ സമയത്തൊക്കെ വ്രതം എടുക്കുന്ന ആ ഒരു 25 നോമ്പ് സമയമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ മീൻകറി കഴിക്കാൻ പറ്റാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.